ഹലോ മക്കളെ, ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു തട്ടിക്കൂട്ട് ചട്ടിച്ചോറിൻ്റെ വീഡിയോ ആയിട്ടാണ്. റെസിപ്പി എന്നൊന്നും പറയാനില്ല, നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ച സാധനം നമ്മൾ ഒരു ചട്ടിയിലേക്ക് സ്റ്റൈലായി വിളമ്പി ഒരു ചട്ടിച്ചോറ് തട്ടിങ്ങ് കൂട്ടുകയാണ് കേട്ടോ. കൂടെ തന്നെ നമ്മളൊരു ചമ്മന്തി അരക്കുന്നുണ്ടായിരുന്നേ, നാടൻ സ്റ്റൈലിൽ. നാടൻ സ്റ്റൈൽ എന്ന് പറയുക വെച്ചാൽ നമ്മളിതിൽ ഉപ്പിലിട്ട മാങ്ങ ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നാടൻ സ്റ്റൈൽ എന്ന് പറഞ്ഞത് കേട്ടോ. ഒരു അരമുറി തേങ്ങ ചിരവിയിട്ട് അതിലേക്ക് 4-5 ചെറുള്ളിയും ഒരു 3-4 നാടൻ പച്ചമുളകും അതേപോലെ ഉപ്പിലിട്ട നല്ല മാങ്ങയും കൂടി ഇട്ട് മുളക് പൊടി ഉപ്പിട്ട് അതിനെ നല്ലപോലെ അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ നമ്മൾ ചട്ടിച്ചോറിനൊരു സ്റ്റൈലിന് ഒരു ഓംപ്ലേറ്റും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 5-6 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും അതിലേക്ക് എന്താ പറയുക ഒരു 3-4 നാടൻ പച്ചമുളകും കൂടിയായി അതിലരിഞ്ഞിട്ട് ഒരു 2 മുട്ടയും കൂടി ഉടച്ച് പാർന്ന് പാകമായ ഉപ്പും ചേർത്ത് നമ്മളൊരു സിമ്പിൾ ഓംപ്ലേറ്റും കൂടി തയ്യാറാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഓംപ്ലേറ്റും കൂടി സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ് ഇന്നൊരു തട്ടിക്കൂട്ട് ചട്ടിച്ചോറുങ്ങ് സെറ്റ് ചെയ്താലോ എന്ന്. അതുകൊണ്ട് ബാക്കി ഐറ്റംസൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു, അതിൻ്റെ എല്ലാത്തിൻ്റെ വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇതാ ഓംപ്ലേറ്റും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓംപ്ലേറ്റും കൂടി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ നമ്മുടെ ചട്ടിയിലേക്ക് ചോറ് സെർവ് ചെയ്ത് ചട്ടിച്ചോറ് സെറ്റ് ചെയ്യാൻ പോകണം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ നല്ല കുറുവരിയുടെ തുമ്പപ്പൂ പോലത്തെ നല്ല കുറുവരിയുടെ റൈസ് അതിലേക്ക് ഇങ്ങനെ വിളമ്പി. നമ്മൾ അത്യാവശ്യം കുറച്ച് ചോറേ എടുത്തിട്ടുള്ളൂ, ബാക്കി ഐറ്റംസൊക്കെ ഇതിലുണ്ടേ. പിന്നെ നമ്മളെ നല്ല നാടൻ ഉപ്പിലിട്ട മാങ്ങ ചേർത്ത് അരച്ച നല്ല ചമ്മന്തി ഇതിലേക്ക് വിളമ്പി. കൂടെ തന്നെ നല്ലൊരു തുറമാങ്ങയുടെ കഷ്ണം കൂടി ഇതിൽ വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചമ്മന്തി അരക്കുമ്പോൾ ഉപ്പിലിട്ട മാങ്ങയുടെ ഒരു പീസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചോറിൻ്റെ കൂടെ കഴിക്കാൻ, അതും കൂടി ഇതിലേക്ക് വെച്ച് പിന്നെ കുറച്ച് കാന്താരി മുളക് ഉപ്പിലിട്ടത് ഇതിൽ വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം തന്നെ ഏകദേശം നമ്മുടെ ചട്ടി ഒരു കളറായി വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാലോ. അടുത്തതായി നമ്മൾ വെക്കാൻ പോകുന്നത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ഓംപ്ലേറ്റിൻ്റെ ഒരു കഷ്ണം കൂടി അതിൽ വെച്ച് അടുത്തതായി നമ്മൾ വിളമ്പാൻ പോകുന്നത് ചെറിയ കുഞ്ഞി പച്ചക്കായിൻ്റെത് നമ്മൾ മെഴുക്ക് പുരട്ടിയാക്കിയിട്ടുണ്ടായിരുന്നു. മെഴുക്ക് പുരട്ടിയെന്നോ ചെറിയ തോരെന്നൊക്കെ പറയാം കേട്ടോ. അതും കൂടി ഇതിലേക്ക് വെച്ച് അടുത്തതായി ഒരു ചെറിയ മീനിൻ്റെ കഷ്ണം കൂടി ഇതിലേക്ക് വെക്കുന്നുണ്ട്. ഫ്രൈ ചെയ്ത് വെച്ചൊരു ഫിഷിൻ്റെ കഷ്ണം കൂടി വെച്ച് നല്ലൊരു പിക്കിളും കൂടി ഇതിൽ ഒഴിക്കാൻ പോവാണ്. നല്ല എന്താ പറയുക, നാരങ്ങയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ച പിക്കിൾ ഉണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്ക് വിളമ്പി. പിന്നെ നമ്മളെ കറി വിളമ്പാൻ പോവാണ് കേട്ടോ. ഇന്ന് നല്ല എന്താ പറയുക, ചേമ്പിൻ്റെ വിത്തിൻ്റെ കറിയായിരുന്നു. ചേമ്പിൻ്റെ വിത്തിൻ്റെ കറിയും കൂടി അതിലൊഴിച്ച് ഒരു കപ്പിൽ മോരും കൂടി എടുത്ത് നല്ല സ്റ്റൈലായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 10 ഐറ്റത്തിനടുത്തുണ്ട്, നിങ്ങൾക്ക് കൗണ്ട് ചെയ്താൽ മനസ്സിലാവും. എന്നാൽ പിന്നെ ഞാൻ ഇത് കഴിക്കാൻ പോവാന്ന്. തട്ടിക്കൂട്ടാണെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഇത് കണ്ടപ്പോൾ തന്നെ. നിങ്ങളും ഇതുപോലെ അത്യാവശ്യം വീട്ടിൽ 3-4 ഐറ്റംസൊക്കെ ഉള്ളപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് കഴിച്ച് നോക്കും, ഒരു വെറൈറ്റി അല്ലേ. നമ്മൾ കടയിൽ തന്നെ പോകണമെന്നൊന്നുമില്ലല്ലോ ചട്ടിച്ചോറ് കഴിക്കാൻ, നമ്മളെ വീട്ടിലും സെറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു ഓൾ.